ഹായ് സ്റ്റുഡൻസ്, ഇനി നമുക്ക് 2020 ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നോക്കാം. അതിൽ വന്നിരിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണുള്ളത്. അതിൽ 2 മാർക്കിന് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ഇതിനെയാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. വാട്ട് ഈസ് മാർജിനൽ യൂട്ടിലിറ്റി. തേർഡ് ക്വസ്റ്റ്യൻ ഡിഫൈൻ മാർജിനൽ കോസ്റ്റ്. അപ്പോൾ കോസ്റ്റുകൾ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് നോട്ട് ചെയ്യുക. വീണ്ടും ഇവിടെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഇസ് ലോ ഓഫ് ഡിമാൻഡ്. അപ്പോൾ ലോ ഓഫ് ഡിമാൻഡ്, ലോ ഓഫ് സപ്ലൈ ഒക്കെ നന്നായി പഠിച്ചോളാം. വാട്ട് ഈസ് ഡിസ്കൗണ്ടിങ്, എന്തിനാണ് ഡിസ്കൗണ്ടിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആറാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് മെൻറ്റ് ബൈ മാനേജീരിയൽ എക്കണോമിക്സ്. അപ്പോൾ ഇവിടെ വീണ്ടും ആ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, മാനേജീരിയൽ എക്കണോമിക്സ് എന്താണെന്നുള്ളത്. ഏഴാമത്തെ ക്വസ്റ്റ്യനിൽ വാട്ട് ഈസ് ഡിമാൻഡ് ഫംഗ്ഷൻ. ഡിമാൻഡ് ഫംഗ്ഷൻ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എട്ടാമത്തെ പോയിന്റിൽ വാട്ട് ഡു യു മീൻ ബൈ ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. അപ്പോൾ ഡിമാൻഡിൻ്റെ ആ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇലാസ്റ്റിസിറ്റിയിലത്തെ ക്വസ്റ്റ്യൻ ആണ് ഇത് വന്നിരിക്കുന്നത്. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ ഡിഫൈൻ ആവറേജ് റവന്യൂ. പത്താമത്തെ ക്വസ്റ്റ്യൻ വാല്യൂ മാക്സിമൈസേഷൻ. ഇതെല്ലാം ഓൾറെഡി നമ്മൾ ഈ ഒരു ക്ലാസ് വീഡിയോ ചെയ്തതാണ്, വാല്യൂ മാക്സിമൈസേഷൻ എന്താണെന്നുള്ളതൊക്കെ. 11th വൺ സ്റ്റേറ്റ് ദ മീനിങ് ഓഫ് ഐസോക്വാണ്ട്, ഈക്വൽ ക്വാണ്ടിറ്റി എന്നുള്ള ലെവലിലാണ്. 12th വാട്ട് ഡു യു മീൻ ബൈ സെയിൽസ് മാക്സിമൈസേഷൻ. എന്താണ് സെയിൽസ് മാക്സിമൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഈസ് ബിസിനസ് ഫോർകാസ്റ്റിംഗ്. 14th ക്വസ്റ്റ്യൻ റൈറ്റ് നോട്ട് ഓൺ വേരിയബിൾ കോസ്റ്റ്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോസ്റ്റ് എന്തായാലും ക്വസ്റ്റ്യൻസ് ഉണ്ട്, കാരണം തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മളത് കണ്ടതാണ്. 15th ക്വസ്റ്റ്യനിൽ വാട്ട് ഈസ് പ്രൈസ് ലീഡർഷിപ്പ്. ഈ ഒരു ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഇത്രയാണ് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. അതിൽ പ്രധാനമായിട്ട് പറയുന്നത് എക്സ്പ്ലെയിൻ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇലാസ്റ്റിസിറ്റി. അപ്പോൾ ഇലാസ്റ്റിസിറ്റിയുടെ ഡിഫറെൻറ്റ് ടൈപ്സുകൾ നോക്കുക, അത് തന്നെ 2 മാർക്കിനും ഒക്കെ ഇവിടെ ചോദിക്കുന്നുണ്ട്. വാട്ട് ആർ ദ ഡിസ്എക്കണോമീസ് ഓഫ് ലാർജ് സ്കെയിൽ ഓപ്പറേഷൻ. അപ്പോൾ ഈ ഒരു എക്കണോമീസ് ആൻഡ് ഡിസ്എക്കണോമീസ് എന്ന് പറഞ്ഞിട്ട് ലോങ് റൺ ഷോർട്ട് റൺ എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് 5 മാർക്കിനും എസ്സേക്കും ഒക്കെ ചോദിച്ചൊരു ക്വസ്റ്റൻ ആയി കാണുന്നുണ്ട്. വീണ്ടും ഇവിടെ ഡിസ്ക്രൈബ് അബൌട്ട് ദ ലോ ഓഫ് സപ്ലൈ. എഗെയിൻ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ, ലോ ഓഫ് സപ്ലൈനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി. 19ാമത്തെ ക്വസ്റ്റ്യനിൽ പറയുന്ന എക്സ്പ്ലെയിൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ആവറേജ് റവന്യൂ ആൻഡ് മാർജിനൽ റവന്യൂ. അപ്പോൾ ഇതിൽ മാർജിനൽ റവന്യൂ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണത്. അപ്പോൾ ഇവ തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. വീണ്ടും മാനേജറിയൽ എക്കണോമിക്സ് എന്നൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പോൾ 2 മാർക്കിന് ചോദിച്ചു, കൂടാതെ തന്നെ ഇതേപോലെ തന്നെയാണ് മറ്റുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ചിട്ടുണ്ടായിരുന്നത്. 5 മാർക്കിനും എക്കണോമിക്സ് എന്താണ്, മാനേജറിയൽ എക്കണോമിക്സ് എന്താണ് എന്നുള്ളതും അതിൻ്റെ സ്കോപ്പും എക്സ്പ്ലെയിൻ ചെയ്യാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ ഫീച്ചേഴ്സ് എന്താണ്, ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആണ്. 22nd ക്വസ്റ്റ്യൻ കിങ്ക്ഡ് ഡിമാൻഡ് കർവ് എന്താണ്. ഡിമാൻഡ് കർവുമായി ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യൻസും അതിൻ്റെ ഡിഫറെൻറ്റ് ടൈംസുകളൊക്കെ നോട്ട് ചെയ്യാം. 23rd ക്വസ്റ്റ്യൻ വാട്ട് ഇസ് ഒളിഗോപ്പൊളി. അതേപോലെ തന്നെ അതിൻ്റെ ഫീച്ചേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ. അപ്പോൾ മൊണോപ്പൊളി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്, ഇവിടെ ഒളിഗോപ്പൊളി എന്താണെന്ന് വന്നിട്ടുണ്ട്. സെക്ഷൻ സിയിൽ ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ഡിമാൻഡ് ആൻഡ് ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ്. വളരെ ഈസി ആയിട്ടൊരു ക്വസ്റ്റ്യൻ തന്നെ. എന്താണ് ഡിമാൻഡ് എന്നുള്ളതും അത് ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, ഡിറ്റർമിനൻസ് ഏതൊക്കെയാണെന്നുള്ളത്. വീണ്ടും വാട്ട് ഈസ് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ ആൻഡ് ഫീച്ചേഴ്സ്. മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ എന്താണെന്നുള്ളതും ഫീച്ചേഴ്സും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ആ ഭാഗത്ത് നിന്ന് ചോദിക്കാൻ ചാൻസുള്ള ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് സ്റ്റേറ്റ് ദ മീനിങ് ആൻഡ് ഒബ്ജക്റ്റീവ് ഓഫ് മാനേജറിയൽ എക്കണോമിക്സ്. അപ്പോൾ മാനേജറിയൽ എക്കണോമിക്സ് എന്ന് വളരെ അധികം ചോദിച്ചൊരു ക്വസ്റ്റ്യൻ പേപ്പർ 2 മാർക്കിനും 5 മാർക്കിനും എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ടും കൂടി ചോദിച്ചിട്ടുണ്ട്. ഇവിടെ പക്ഷേ എസ്സേ ഇങ്ങനെ ചോദിച്ചെങ്കിലും വാല്യൂ മാക്സിമൈസേഷൻ അതേപോലെ സെയിൽസ് മാക്സിമൈസേഷൻ പ്രിൻസിപ്പലിനെ കുറിച്ചൊന്ന് എക്സാമിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് ദ മോസ്റ്റ് വി ക്യാൻ സേ അബൌട്ട് ദ ഡിമാൻഡ് കർവ് ദാറ്റ് ഇറ്റ് സ്ലോപ്സ് ഡൗൺ അൺലെസ് ഇറ്റ് സ്ലോപ്സ് അപ്പ്. ഡിസ്കസ്. ഇതേ ക്വസ്റ്റ്യൻ വീണ്ടും റിപ്പീറ്റ് ചെയ്തിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഡിമാൻഡ് കർവ് എപ്പോഴും ഡൗൺവേർഡിലേക്ക് സ്ലോപ്പ് ആയിരിക്കാനുള്ള റീസൺ എന്നാണ്. അപ്പോൾ നമുക്ക് മുന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ തന്നെ ക്ലിയർ ആണ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പർ, 3ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ചെയ്യുന്നത്. അതിൽ കുറേ കാര്യങ്ങൾ ഒരേ ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുണ്ട്, ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ആ ക്വസ്റ്റ്യനോട് തൊട്ടടുത്ത പോയിന്റുകളാണ് വീണ്ടും ഇതിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസും പഠിക്കുക, ഒപ്പം അതിനോട് ചേർന്ന് നിൽക്കുന്ന ഭാഗങ്ങളും കൂടിയിട്ട് നോക്കുക എന്നുള്ളതാണ് നമുക്കിവിടെ ചെയ്യാനുള്ളത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസും കൂടി എല്ലാവരും നന്നായിട്ടൊന്ന് പഠിക്കുക. ഓക്കെ, താങ്ക് യു.